പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 25th ഇയർ ആണ് ഇവിടെ ബൈക്ക് റേസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോ. രക്ഷയില്ലാത്ത വില മക്കളെ, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞാണ് വണ്ടി ഓടിക്കാൻ പോണം. Sinan Francis, just number 72. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുതുവൈപ്പ് ടൂറിസം മേളയിലാണ്. ഇവിടെ ഇന്ന് ബൈക്ക് റേസ് നടക്കുകയാണ്. ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഇന്ന് ഇവിടെ ഉണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 25th ഇയർ ആണ് ഇവിടെ ബൈക്ക് റേസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ പ്രാവശ്യമാണ് ലേഡീസ് മഡ് റേസേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ കാണാൻ തന്നെ ഒത്തിരി ആൾക്കാർ, ക്രൗഡ് തന്നെ ഭയങ്കര നല്ല ഒരു പോസിറ്റീവ് വൈബ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരെയും കാണാം. നമ്മുടെ പൊടിക്കാച്ചി പിള്ളേര് തൊട്ട് കുട്ടിപ്പട്ടാളം തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ യൂത്തന്മാർ ആൻഡ് മിഡ് ഏജ്, ഓൾഡ് ഏജ്, എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. മാസ് നമ്മുടെ സൂപ്പർ ഹീറോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഞാൻ പറഞ്ഞല്ലോ, 25th ഇയേഴ്സ് ആയിട്ടുള്ള ബൈക്ക് റേസ് ആണ്. ഈ പ്രാവശ്യമാണ് നമ്മുടെ ലേഡീസ് വുമൻ മഡ് റേസേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തൊട്ട് പുറകിലായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ബോൾഡ് ലേഡീസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഒത്തിരി മഡ് റേസേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കോമ്പറ്റീറ്റീവ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഓർഗനൈസേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്ത് ക്രൗഡാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഏറ്റവും ബാക്ക് സ്റ്റേജിലാണ്, ബാക്ക് സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ തണലത്ത് വന്ന് നിൽക്കുകയാണ്. കുറച്ച് നല്ല വെയിലിൻ്റെ ഒരു രക്ഷയില്ലാത്ത വെയില മക്കളെ. നമ്മൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ കാർണിവലിന് വന്നിരിക്കുന്ന ടീം സെറ്റ് ചെയ്തിരിക്കുന്ന ഹട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയയിലേക്ക് വന്നൊന്ന് തൽക്കാലത്തേക്ക് നിൽക്കുകയാണ്. പക്ഷെ നല്ല കളർഫുൾ വൈബല്ലേ.
ഈ ബീച്ച് റേസിൽ ഏറ്റവും ബെറ്റർ ഈ സാൻഡിൽ വന്നത് ചൂസ് നോക്കാം. അപ്പോൾ പിന്നെ ഇത് കുറച്ചുകൂടി ഹാൻഡിലിംഗ് അടിപൊളിയായിരിക്കും. പിന്നെ എക്സ്പെർട്ട് ഓഫ് കോഴ്സ് നല്ലതാണ്. അതെ സൂപ്പർ ഫാസ്റ്റ് സിനൻ ഫ്രാൻസിസ് ചെസ് നമ്പർ 72. Please wave the flag. Please wave the flag. Please wave the flag. Yes, Kadiroli is leading the track now. തൊട്ട് പിറകിലായിട്ട് തൻവീർ ചെസ് നമ്പർ 82. അതിനും പിറകിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സുഹേൽ ചെസ് നമ്പർ 19. ഒരു കൂട്ടടിക്ക് ശേഷം സിനൻ ഫ്രാൻസിസ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമൽ വർഗീസ് അഗൈൻ. യെസ്, തൊട്ട് ബാക്കിലായിട്ട് ലത്തീഫ്. ഇപ്പോൾ ട്രാക്കിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കതിരോളി ചെസ് നമ്പർ 80 ഫ്രം കോയമ്പത്തൂർ. തേർഡിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തേർഡ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 റൈഡർമാരാണ് ഇഞ്ചോടിച്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പോകുന്നു ഷജീർ, തൊട്ടുപിറകിലായിട്ട് സിനൻ ഫ്രാൻസിസ്, കതിരോളി. തേർഡിന് വേണ്ടിയുള്ള ഫൈറ്റ് കുറച്ചധികം ഉണ്ട്. അതാ അമൽ വർഗീസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. റേസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അടിപൊളി പരിപാടിയായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. അപ്പോൾ ഇതിന്റെ ഫുൾ റേസിന്റെ ലാസ്റ്റ് ഫൈനൽ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇടാം. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. പിന്നെന്താ പറയാ, പിന്നെ ഇപ്പൊ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇനി വേറൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.